മുന്നൊരിക്കൽ ഞാൻ പറഞ്ഞു എനിക്ക് ഹജ്ജിന് പോകണം, നിങ്ങൾക്ക് ഹജ്ജിന് പോകാം. ഇപ്പോൾ ഷേഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരിയുടെ ഖാദിമായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് ഷേഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി അനുജൻ മുറ്റിച്ചൂർ ജലാലുദ്ദീൻ അഹമ്മദ് അൽ ഖാദിരി ഓനെ ഈ കൂട്ടിക്കോ എന്ന് പറഞ്ഞ് മഹാനായ ഷേഖുൽ. അതിന് കാരണം എന്താണ്? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് തളിക്കുളം വരെ യാത്ര ചെയ്താൽ മതി. ഷേഖുനാട് അവിടേക്ക് പോകണമെങ്കിൽ കുന്നംകുളത്ത് നിന്ന് കിഴക്കോട്ട് പഴുന്നാന വരെയും പോകണം. ആ പോക്ക് ഒഴിവാക്കാൻ വേണ്ടി ഷേഖുന അങ്ങനെ പറഞ്ഞ്. അതിന് ശേഷം ഷേഖ് ജലാലുദ്ദീൻ അഹമ്മദ് അൽ ഖാദിരിയുടെ കൂടെ കേരളമൊട്ടാകെ ഷേഖുനയുടെ ഖാദിമായിട്ട് സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചു. തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള ഷേഖുനാനെ ആരെല്ലാം ദിക്റുകൾക്കൊക്കെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവും. അങ്ങനെ അനവധി അനുഭവങ്ങൾ. ഒരിക്കൽ ഒരു ഇർഫാൻ റാത്തീബിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അംബാസഡർ കാറിൽ കയറി പിന്നീട് ഷേഖുനയുടെ അരിയത്ത് തന്നെ ഇരുത്തി. അങ്ങനെ ഈ ഡോറിങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ കൈമ്മൽ കൂടെ ഡോറടച്ച്. അപ്പോൾ കൈ ഇങ്ങനെ ഞെരിങ്ങിയപ്പോൾ അല്ലോ എൻ്റെ കയ്യേ എന്ന് പറഞ്ഞു. എന്തടോ എന്ന് ചോദിച്ചു. ഷേഖുന ഞാൻ കൈ അങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഷേഖുന എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ തടകി. പിന്നെ ഒരു വേദന ഉണ്ടായില്ല. അങ്ങനത്തെ അനവധി അനുഭവങ്ങൾ. പാനൂർ മൂസ ഉസ്താദ് ഉണ്ടോ കൂടെ? ഇല്ല. പാനൂർ മൂസ ഉസ്താദിനെ 20 വർഷത്തിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അതിന് മുമ്പേ 976 ഷേഖുനാൻ ആദ്യം കണ്ട്. പിന്നെ 85 സൗദിയിൽ പോയി ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞ് സൗദിയിൽ നിന്ന് ഒരു മഹാൻ എന്നെ കൂട്ടിപ്പോയി ഹജ്ജിന് പോകാം എന്ന് ഷേഖുന പറഞ്ഞു. പിന്നെ അവിടെ അങ്ങനെ ഹജ്ജിന് പോകാം എന്ന് പറഞ്ഞത് ഏതവസരത്തിലായിരുന്നു? അത് 985 ഷെയ്ഖുനടുത്ത് പോയപ്പോൾ പറഞ്ഞതാ. അതെ. ഹജ്ജിന് പോട്ടെന്ന് ചോദിച്ചോ? എനിക്ക് ഹജ്ജിന് പോകണം, നിങ്ങൾക്ക് ഹജ്ജിന് പോകാം എന്ന് പറഞ്ഞ്. അത് പിന്നീട് സാധിച്ചു, അൽഹംദുലില്ലാ. അത് കൂടാതെയും അനവധി അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ പറഞ്ഞാൽ തീരൂല. ഇത് കേൾക്കാൻ വേണ്ടിയാണ് കാഫിലയുടെ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത്. നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ. തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂര് അടുത്തിരുത്തി സിറാജ് നഗർ, അയിലക്കാട് സിറാജുദ്ദീൻ ഷേഖിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. E.K. ദാരിമി ഉസ്താദ് അവിടെ ദർസ് നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ അവിടുത്തെ പള്ളിയിലത്തെ മുക്രിയായിരുന്നു. അപ്പോൾ കുഞ്ഞുനിലാരെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. മൂപ്പരക്കൂടെയും അനവധി യാത്രയിൽ പങ്കെടുക്കുകയുണ്ടായി. സൗദിയിൽ ഞാനുള്ള സമയത്ത് E.K. ദാരിമി ഉസ്താദിനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. കോടീശ്വരനായ ഒരു അറബിയുടെ മകൾക്ക് ഒരു ഷെയ്ത്താൻ പിടിച്ചിട്ട് അത് ബാത്തിലാക്കാൻ വേണ്ടി ദാരിമി ഉസ്താദിനെ കൊണ്ടുപോയി. അങ്ങനെ ദാരിമി ഉസ്താദ് തന്നെ അത് വളരെ കൂളായിട്ട് ആ ഷെയ്ത്താനെ ഒരു മജ്‌ലിസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുത്തി. കോടീശ്വരനായ അറബി ഫഹദ് അൽ ദോസരി എന്ന് പറയുന്ന സൗദിയിൽ, അയാൾ ഭാര്യയും മോളും അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ അറ്റത്ത് ഇരുന്നിട്ട് ഖാദിരിയ റാത്തീബ് ചൊല്ലി. അങ്ങനെ ഒരു ജിന്ന് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള ഷെയ്ത്താനെ പിടിച്ചിട്ട് ഈ കുപ്പിയിലേക്ക് നിറക്കുന്നത് ആ വീട്ടുകാരൻ കണ്ട്. അങ്ങനെ ആ അറബി ഓടി വന്നിട്ട് ആ ഷേഖ് എന്ന് പറഞ്ഞിട്ട് ദാരിമി ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ സന്തോഷം കൊണ്ട് അയാൾ എൻ്റെ അറബി എല്ലാവരും കൂടെ കൂടിയിട്ട് ഫ്ലൈറ്റിൽ ഉംറക്ക് കൊണ്ടുപോയി. ആ പോക്കിൽ ബദരീങ്ങളുടെ ഹദറത്തിൽ പോയി. നമുക്ക് മടവൂർ ഷെയ്ഖുനാനെ കുറിച്ച് ഹയാത്ത് കാലത്ത് ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു തരും. ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഭവമാണ് ആദ്യത്തെ അനുഭവം. പിന്നെ രണ്ടാമത്തെ അനുഭവം ഷെയ്ഖുനയുടെ ഏറ്റവും വലിയ അനുഭവം പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കിട്ടിയതും ഞാൻ പോയതും സൗദിക്ക്. അപ്പോഴും ഞാൻ യാത്ര പറയാൻ വേണ്ടി ചെന്നപ്പോൾ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞത്. പിന്നെ ഇടയ്ക്ക് ഷെയ്ഖുനാനെ കാണും. ഇങ്ങനെ ക്ലത്തിയിൽ തന്നെ അവിടെ മക്കാമിൽ ചെന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴേക്കും ഷെയ്ഖുനയുടെ മുഖം തെളിഞ്ഞു വരും.
ഇപ്പോഴും ഷെയ്ഖുനാനെ കാണുന്നുണ്ട്. കറുത്ത തൊപ്പിയും ആ ഭംഗിയുള്ള മുഖവും ആ നെഞ്ചത്ത് പൗഡർ ഇട്ടതും എല്ലാം മനസ്സിൽ തെളിഞ്ഞിങ്ങനെ വരികയാണ്. ഇപ്പം ഷെയ്ഖുനാടെ ഫൈൽ കൊണ്ട് അല്ലാഹു തആല നമ്മളെ അവിടുത്തെ കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടണം ഇൻഷാ അല്ലാ. ഏറ്റവും ഒടുവിൽ കണ്ടത് വഫാത്തിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഒന്ന് കണ്ട് ഞാൻ നോക്കും പോകാം എന്ന് പറഞ്ഞ്. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് ഇൻഷാ അല്ലാ. ഇതാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഷെയ്ഖുനാന്റെ വഫാത്തിനും പോയി. അതിന് ശേഷവും പോയി. വഫാത്ത് അറിഞ്ഞിരുന്നു. വഫാത്തിന് പങ്കെടുക്കാൻ അന്ന് ഗൾഫിലായിരുന്നു. 5 കൊല്ലത്തോളം സൗദിയിൽ ദമാമിൽ ഓഫീസ് പോയിട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഷെയ്ഖുന വഫാത്തായത്. അപ്പോൾ ഷെയ്ഖുനയുടെ സമ്മതത്തിലാണ് ഗൾഫിൽ പോയത്. അതെ സമ്മതപ്രകാരമാണ് പോയത്. ആ പോക്കിൽ തന്നെ 2 or 3 തവണ ഉംറക്ക് പോകാൻ സാധിച്ചു. ഇതാണ് അതെ അൽഹംദുലില്ലാ നേരിട്ട അനുഭവം. മലബോധം തന്നു മദിനമ്മിൽ വന്നു